ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിത് നമ്മൾ മൂന്നാമത്തെ ഡേ തുടങ്ങുകയാണ്. അതായത് നമ്മൾ ബാംഗ്ലൂർ കഴിഞ്ഞു നേരെ ഗോവയിലേക്ക് പോകുന്ന വഴിയിൽ നിന്നാണ് ഇൻട്രോ എടുക്കുന്നത്. നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരിക. അപ്പോൾ ആദ്യമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത്. തീർച്ചയായും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളോട് കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, യാത്ര പോകുമ്പോൾ ടെൻറ്റ് എന്ത് ചെയ്യുക, കയ്യിൽ കരുതുക. എന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, ഏതെങ്കിലും ഷോപ്പിൻ്റെ ഫ്രണ്ടിലോ അതല്ലെങ്കിൽ പെട്രോൾ പമ്പിലൊക്കെ എന്ത് ചെയ്യുക, സ്റ്റേ ചെയ്യുക. നമ്മൾ ഇതുവരെ എന്ത് ചെയ്തില്ല, ഒരു റൂം പോലും എന്ത് ചെയ്തില്ല, നമ്മൾ എടുത്തിട്ടില്ല. കാരണം ഒക്കെ നമ്മൾ ഇതുപോലെ ടെൻറ്റ് സ്റ്റേ ഒക്കെ ചെയ്ത് റൂം തീരെ എടുത്തിട്ടില്ല. അപ്പോൾ ഒരു പൈസ പോലും നമുക്ക് ചിലവായിട്ടില്ല. അപ്പോൾ അതെന്ത് ചെയ്യുക, ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, എല്ലാവരും ശ്രദ്ധിക്കുക. വീട്ടിലേക്ക് പോയാലോ. അങ്ങനത്തെ നമ്മളിതാ ഗോവ വനങ്കാടുകളിലൂടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇന്നൊരു 20-25 കിലോമീറ്റർ കഴിഞ്ഞാൽ ഗോവ ബോർഡർ എത്തും. നമ്മൾ നേരെ ഇന്നത്തെ ഗോവ എക്സ്പ്ലോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ്. നമ്മളെ ചിലപ്പോൾ മൃഗത്തിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനായ ഗോവ എത്തിയിട്ടുണ്ട്. അതായത് ഗോവ കഴിഞ്ഞ് ചെക്ക് പോസ്റ്റിൽ നമ്മൾ RT-PCR അതുപോലെ തന്നെ ഒറിജിനൽ ID-യും മൊബൈൽ നമ്പറും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊടുത്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. RT-PCR നിർബന്ധമാണ്. അതുപോലെ തന്നെ വാക്സിൻ്റെ കാര്യം ചോദിക്കില്ല. അത് കഴിഞ്ഞ് ഇനി നേരെ ബാഗ ബീച്ചിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അവിടെ സെൻറ്ററാണല്ലോ. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ സ്ഥലങ്ങൾ എടുത്തിട്ട് എക്സ്പ്ലോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബാഗ ബീച്ചിലെത്തിയിട്ട് കാണട്ടെ. അങ്ങനെ നമ്മളെന്താ ബാഗ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ പല രീതികളിലും ഓരോ കൾച്ചറും കാര്യങ്ങളൊക്കെ വ്യത്യാസം, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഭാഗം നോക്കിയിട്ട് ഇതിലേക്ക് പോവാം. അത് നമ്മുടെ കൾച്ചറിൽ ഇങ്ങോട്ട് ഏതായാലും
അതിവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കാണുന്ന ബോട്ടിങ്, അതുപോലെ തന്നെ ഫ്ലൈയിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വരുന്നവർക്ക് ഇതൊക്കെ ഒന്ന് മുതലാക്കിയിട്ട് പോകാൻ ശ്രമിക്കുക. കാരണം ഇത്ര ദൂരത്തിൽ നിന്ന് വന്നിട്ട് ഈ ഒരു കാര്യങ്ങൾ ഒന്ന് ആസ്വദിച്ചിട്ട് പോകാൻ ശ്രമിക്കുള്ളൂ. ഹായ് കേരള तेलुगु वाला तेलुगु वाला तेलुगु से ओके ये सूर्य बन के तो मेरा गाना है ओके थैंक यू. അങ്ങനെ നമ്മളത് അടുത്ത ബീച്ചായ അഞ്ജുന ബീച്ച്, അതായത് ബാഗ ബീച്ചിനോട് നിന്നൊരു 50 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ബീച്ചാണ് അഞ്ജുന ബീച്ച്. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് വ്യൂ നോക്കി, അടിപൊളിയല്ലേ? ആ ഒരു ആംബിയൻസ്, തെങ്ങും കാര്യങ്ങളും അങ്ങനത്തെ ഓരോ അങ്ങനെ ഇത് അഗോണ്ട ബീച്ചാണ് നമ്മളെ ഗോവയിലെ. അവിടുത്തെ നൈറ്റ് വ്യൂ ഒന്ന് കാണട്ടോ നമുക്ക്. കണ്ടോ, ഓരോ ഇതൊക്കെ ചെറിയ ചെറിയ റൂംസാണ്. അത് സീസൺ അല്ലാത്ത സമയങ്ങളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 400, 500, 600 ആ ലെവലിൽ എന്ത് ചെയ്യും, നമുക്ക് ഈ ഓരോ റൂം നമുക്ക് കിട്ടും. അതായത് ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ റൂമും കാര്യങ്ങളൊക്കെയാണ്. സീസൺ ആകുമ്പോൾ എന്ത് ചെയ്യും, നല്ല റേറ്റ് ഒരു കൂട്ടാറുണ്ട് പൊതുവെ. അതായത് ന്യൂ ഇയറിനാണ് സീസൺ കൂടുതൽ വരുന്നത്, അതുപോലെ തന്നെ വേനൽ സമയത്തും. അങ്ങനെ ഇത് നമ്മൾ ഇന്ന് നൈറ്റ് 9 മണിക്ക് അഗോണ്ട ബീച്ചിൽ നിന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഷോപ്പ് ഇതാണ്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വഴി, അതായത് മംഗലാപുരം ടു ഗോവ പോകുന്ന ഹൈവേ ആണ്. അതിൻ്റെ പോകുന്നതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു കടയാണ്. ഈ കടയിൽ നമ്മൾ നൈറ്റ് എന്ത് ചെയ്ത് ഇവിടെ ടെൻറ്റ് സ്റ്റേ ചെയ്ത്. മുമ്പ് അടിപൊളി മനുഷ്യനാണ്. കാരണം നമ്മളോട് എന്താ പറഞ്ഞാൽ വെച്ചാൽ ഉള്ളിൽ അടിച്ചവിടേനിയോ എന്ന് ചോദിച്ചത്. നമ്മൾ പിന്നെ ഇവിടെയാണ് അടിച്ചത്, ഉള്ളിൽ അടിച്ചുവിടേന്നൊക്കെ ചോദിച്ചത്. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പം എന്ത് ചെയ്യുക, ഈ ഒരു കട എന്ത് ചെയ്യുക എല്ലാവരും നോട്ട് ചെയ്യുക. വേറൊന്നുമില്ല, ചെറിയൊരു ഷോപ്പാണ്. പിന്നെ അടിപൊളി മനുഷ്യനാട്ടോ. ഇനി നേരെ നമ്മളെന്ത് ചെയ്യുക, ഇവിടെ കുറച്ച് സ്ഥലം കൂടി എക്സ്പ്ലോർ ചെയ്യാണ്ട്, അതുകൂടി കഴിഞ്ഞിട്ട് നേരെ ഇവിടെ അടിക്കുക ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ പാലോലം ബീച്ചിലെത്തി. ഇനി ഇവിടുത്തെ കുറച്ച് വിശേഷവും കാര്യങ്ങളൊക്കെ കാണാം. അപ്പം ബീച്ചിലെത്തിയിട്ട് കാണട്ടോ. അങ്ങനെ നമ്മൾ ഗോകർണ ബീച്ച്, അതായത് റോഡ് സൈഡിൽ തന്നെ മെയിൻ റോഡ് ഹൈവേൻ്റെ
സൈഡിൽ കാണുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, ബീച്ച് ഇവിടെ. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയി നോക്കുകയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ യാത്രയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു പ്രദേശത്ത് നമ്മൾ 2 മണി ആ സമയത്തൊക്കെ തിരിഞ്ഞു. ഇപ്പോൾ നമ്മൾ മോർണിംഗ് സമയത്തൊക്കെ രാവിലത്തെ കാഴ്ചകൾ എങ്ങനെ ഉണ്ടാക്കാം. ആരും കൂടുതൽ ആളുകളോ ഒന്നുമില്ല പോകുന്ന വഴികളിൽ. ഇതിൽ നമുക്ക് പോയി അടുത്ത കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. മെയിൻ ഹൈവേ ആണ് കേട്ടോ അത്. ഗോകർണത്തിന് മുമ്പ് മെയിൻ ഹൈവേ ആണ്. ഹൈവേനോട് ചാരിയിട്ട് തന്നെ ഒരു വ്യൂ പോയിന്റ് ആട്ടത് ചെറുതായിട്ട് കാണുന്നുണ്ടാവും നമ്മൾ. നമ്മളെ ഗോവ യാത്ര അവസാനിച്ചു. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മഞ്ചേരി തന്നെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ലെന്നില്ല, നല്ല രീതിയിലായിരുന്നു യാത്ര കാര്യങ്ങളൊക്കെ. പിന്നെ കൂടുതൽ കഴിഞ്ഞ ഗോവ യാത്രയായിട്ടും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അടിപൊളി റോഡും കാര്യങ്ങളായിരുന്നു. തൃശ്ശൂർ അതുപോലെ തന്നെ മാംഗ്ലൂരൊക്കെ യാത്ര ഹൈവേ പിടിച്ചുകൊണ്ട് വേറൊരു വ്യത്യസ്തമായ കാഴ്ച തന്നെയായിരുന്നു ഇപ്രാവശ്യം ഉണ്ടായത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരെ ഗുഡ് ബൈ.